മിഷൻ ഹിന്ദി ലേണിംഗ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ദിവസവും ആവശ്യമുള്ള കുറച്ച് സെൻറ്റൻസുകളാണ്. നമ്മൾ പരിചയക്കാരെ കാണുമ്പോൾ ആദ്യം ചോദിക്കുന്നതാണ് കഹിയേ ആപ് കൈസേ ഹേ, പറയൂ താങ്കൾക്ക് സുഖമല്ലേ. സുഖമല്ലേ എന്ന് ചോദിച്ചതിന് മറുപടി പറയുന്നതാണ് നന്ദി, എനിക്ക് സുഖമാണ്. ധന്യവാദ്, മേം ടീക് ഹൂം. ആപ്സെ മിൽക്കർ ഖുശി ഹുയി, താങ്കളെ കണ്ടതിൽ സന്തോഷം. ഖുശി സന്തോഷം. താങ്കളെ കണ്ടതിൽ സന്തോഷം എന്ന് പറഞ്ഞപ്പോൾ പറയുന്നതാണ് യഹ് മേര സൗഭാഗ്യ ഹേ, ഇതെൻ്റെ ഭാഗ്യമാണ്. ഹമേം മിലേ കാഫി സമയ ഹോ ഗയ, നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഒരുപാട് നാളായി. ഹം കാഫി സമയക്കെ ബാദ് മിൽ രഹേ ഹേ, നമ്മൾ വളരെ നാളുകൾക്ക് ശേഷം കാണുകയാണ്. കാഫി സമയക്കെ ബാദ്, വളരെ നാളുകൾക്ക് ശേഷം. ക്യാ മുझे देखकर तुम्हें ആശ്ചര്യ ഹോ രഹാ ഹേ, എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് അതിശയം തോന്നിയോ. ആശ്ചര്യ ഹോന, അതിശയം തോന്നുക. തുംസെ അചാനക് മിൽക്കർ മുझे പ്രസന്നത ഹുയി ഹേ, നിങ്ങളെ അവിചാരിതമായി കണ്ടതിൽ എനിക്ക് സന്തോഷം തോന്നി. പ്രസന്നത, സന്തോഷം. ക്യാ തുമാര അഭി ജാന സരൂരി ഹേ, നിങ്ങൾക്ക് ഇപ്പോൾ പോകേണ്ട അത്യാവശ്യമുണ്ടോ. നമ്മൾ സാധാരണ കാണുമ്പോൾ ചോദിക്കുന്നതാണ് ഇതൊക്കെ. മുझे ചലന ചാഹിയേ, എനിക്ക് പോകണം. നമ്മൾ കൂട്ടുകാരെയൊക്കെ കണ്ടിട്ട് പിരിയുമ്പോൾ ചോദിക്കുന്നതാണ് അബ് ഫിർ കബ് മിലേംഗെ, ഇനി എപ്പോൾ തമ്മിൽ കാണും. കിസി ന കിസി ദിൻ ഭേണ്ട് ഹോഗി അവശ്യ, എന്നെങ്കിലും ഒരു ദിവസം തീർച്ചയായും കാണാം. കിസി ന കിസി, എന്നെങ്കിലും. ഭേണ്ട് ഹോഗി എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഒരു ദിവസം കാണാം എന്നുള്ളതാണ്. ആപ്സെ മിൽക്കർ പ്രസന്നത ഹുയി, താങ്കളെ കണ്ടപ്പോൾ സന്തോഷമായി. ആപ്സെ മിൽക്കർ പ്രസന്നത ഹുയി എന്ന് പറഞ്ഞാൽ താങ്കളെ കണ്ടപ്പോൾ സന്തോഷമായി എന്നാണ്. ക്യാ ആപ്കോ മേരി യാദ് ഹേ, താങ്കൾക്ക് എന്നെ ഓർമ്മയുണ്ടോ. യാദ്, ഓർമ്മ. ഒരുപാട് നാളുകൂടി നമ്മൾ കാണുമ്പോൾ കൂട്ടുകാരോട് ചോദിക്കുന്നതാണ് താങ്കൾക്ക് എന്നെ ഓർമ്മയുണ്ടോ, താങ്കൾ എന്നെ തിരിച്ചറിഞ്ഞോ എന്നൊക്കെയുള്ളത്. അതാണ് ചോദിക്കുന്നത്. ക്യാ ആപ്പിനെ മുझे പഹച്ചാനാ ഹേ, താങ്കൾ എന്നെ തിരിച്ചറിഞ്ഞോ. പഹച്ചാൻ എന്ന് പറഞ്ഞാൽ തിരിച്ചറിയുക എന്നാണ് അർത്ഥം. ബേശക് അല്ലെങ്കിൽ അവശ്യ എന്ന് പറഞ്ഞാൽ തീർച്ചയായും എന്നാണ് അർത്ഥം. കുറേ നാൾ കൂടി കാണുമ്പോൾ നമ്മൾ പറയുന്നതാണ് തും കിത്തനെ ബദൽ ഗയേ ഹേ, നിങ്ങൾ എത്ര മാറിയിരിക്കുന്നു. ചായ് പിയോഗെ, ചായ കുടിക്കുന്നോ. പിയോഗെ, കുടിക്കുന്നോ. തുമര കാം കൈസാ ചൽ രഹാ ഹേ, നിങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു. തുമാര കാം കൈസാ ചൽ രഹാ ഹേ. യഹാം ഭി വൈസേ ഹി ഹാൽചാൽ ഹേ, ഇവിടെയും അങ്ങനെയൊക്കെ തന്നെ. യഹാം ഭി വൈസേ, ഇവിടെയും അങ്ങനെയൊക്കെ തന്നെ. സഭ്യത, ഉപചാരം. മേം ആപ്കെ ലിയേ ക്യാ കർ സക്താ ഹും, ഞാൻ താങ്കൾക്ക് വേണ്ടി എന്ത് ചെയ്യണം. നമ്മൾ വളരെ ബഹുമാനത്തോടെ ഉപചാരപൂർവ്വം സാധാരണ ചോദിക്കാറുണ്ട്, ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ. ഹാജിർ ഹും, ആജ്ഞാ ദീജിയേ, പറയൂ ഞാൻ എന്തും ചെയ്യാം. ഹാജിർ ഹും, ആജ്ഞാ ദീജിയേ. ബസ് ടീക്ക് ഹേ, ഇത്തനാ ഹി കാഫി ഹേ, ബസ് ടീക്ക് ഹേ എന്ന് പറഞ്ഞാൽ ഇത്രയും മതി, ഇത് തന്നെ ധാരാളം. കൃപയ കഷ്ടം ന കരേ, ദയവായി ബുദ്ധിമുട്ടേണ്ട. കൃപയ, ദയവായി. കഷ്ടം ന കരേ, ബുദ്ധിമുട്ടേണ്ട. ഇസ്മേം കോയി കഷ്ട നഹി, അല്ലെങ്കിൽ ഇസ്മേം സെരാഭി തക്ലീഫ് നഹി, ഇതിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ല, അല്ലെങ്കിൽ ഇതിൽ കഷ്ടപ്പാടൊന്നും ഇല്ല. തക്ലീഫ്, കഷ്ടപ്പാട്, അല്ലെ കഷ്ടം എന്ന് പറഞ്ഞാലും ബുദ്ധിമുട്ടെന്ന് തന്നെയാണ് അർത്ഥം. ഹം ആപ്കാ സമുചിത് സത്കാർ ന കർ സകേ, ഞങ്ങൾക്ക് താങ്കളെ വേണ്ട വിധം സൽക്കരിക്കാൻ കഴിഞ്ഞില്ല. സമുചിത് എന്ന് പറഞ്ഞാൽ വേണ്ട വിധം. നമ്മളൊരു സമാധാനത്തിനായിട്ട് പറയുന്നതാണ് കൊയ് ബാത്ത് നഹീം, സാരമില്ല. കൊയ് ബാത്ത് നഹീം, സാരമില്ല. ക്യാ ഇത്തന കാഫി ഹേ, ഇത്രയും മതിയോ. നമ്മൾ സാധാരണ ചോദിക്കുന്നതാണ് ക്യാ ഇത്തന കാഫി ഹേ, ഇത്രയും മതിയോ. യഹ് ബിൽക്കുൽ ഠീക്ക് ഹേ, ഇത്രയും മാത്രം മതി. നമ്മൾ പറയുന്നതാണ് യഹ് ബിൽക്കുൽ ഠീക്ക് ഹേ, ഇത്രയും മാത്രം മതി. ആപ്പിനെ ക്യോം തക്ലീഫ് കി, താങ്കൾ ബുദ്ധിമുട്ടിയതെന്തിന്.
ആപ്പിനേക്കോം തക്ലീഫ് കി എന്ന് വെച്ചാൽ താങ്കൾ ബുദ്ധിമുട്ടിയതെന്തിന്. തക്ലീഫ് ബുദ്ധിമുട്ടുക. നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന കുറച്ച് സെൻറ്റൻസുകളാണ് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ പഠിച്ചിരിക്കുന്നത്. ഇത് ഒരു 2-3 വട്ടം എല്ലാവരും ഇത് വായിച്ചതിന് ശേഷം ബൈ ഹാർട്ടാക്കണം. ഇത് നമുക്ക് എപ്പോഴും വളരെ ഉപകാരപ്പെടുന്ന കുറച്ച് സെൻറ്റൻസുകളാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക്